എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു വാഴയ്ക്ക പിരളനാണ് കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചുണ്ടില്ലാക്കണ്ണം വാഴയ്ക്കയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ചുണ്ടില്ലാക്കണ്ണം എന്ന് തന്നെയാണ് പേരെന്നുള്ളത് പറയണേ. നമ്മളിവിടെ ചുണ്ടില്ലാക്കണ്ണം എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ വാഴച്ചുണ്ട് മറ്റുള്ള വാഴയെ അപേക്ഷിച്ച് അതിൻ്റെ ചുണ്ട് വളരെ ചെറുതായിരിക്കും. അത് വേഗം തന്നെ അത് ഒടിഞ്ഞു പോവുകയും ചെയ്യും. ശരിക്കും വാഴയ്ക്ക് ഏകദേശം മൂത്ത് വരുമ്പോൾ അതിൻ്റെ ചുണ്ട് കാണില്ല, ചുണ്ട് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അവസാനം മൂത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചുണ്ട് കാണില്ല. അതുകൊണ്ടാണ് ചുണ്ടില്ല കണ്ണെന്ന് അതിനെ വിളിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ വാഴയ്ക്ക് കണ്ണൻ വാഴ എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും ഒന്ന് പറയണേ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ കറി വെച്ച ഏറ്റവും ടേസ്റ്റ് ഈ വാഴയ്ക്ക് തന്നെയാണ്. മറ്റുള്ള വാഴയ്ക്ക് അപേക്ഷിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേണ്ടത്ര വാഴയ്ക്ക് നമ്മൾ എന്തായാലും പിരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് പൊളിച്ച് ക്ലീൻ ചെയ്യണം. ഇനി ഈ വാഴയ്ക്ക തൊണ്ട് പൊളിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വെള്ളത്തിനകത്തേക്ക് മഞ്ഞൾപ്പൊടി കലർത്തി വെക്കുന്നുണ്ട്. അതായത് വാഴയ്ക്ക് നല്ല കറ കാണും. ആ കറ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതിനകത്ത് ഡിപ്പ് ചെയ്യുവാണെങ്കിൽ ആ കറ ഒട്ടും നമ്മുടെ കയ്യിൽ വരാതെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വാഴയ്ക്ക തൊണ്ട് ചെത്തുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇടയ്ക്ക് ഈ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾ കലക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലൊന്ന് മുക്കി എടുക്കുവാണെങ്കിൽ ഒട്ടും കറയില്ലാതെ തന്നെ നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ കയ്യിലൊക്കെ നല്ല കറ പിടിക്കും കേട്ടോ. ഭയങ്കര ഒട്ടലും കറയൊക്കെ ആയിരിക്കും. അതുണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ തൊണ്ടും നല്ലത് തന്നെയാണ്. തൊണ്ടോടുകൂടി നമുക്ക് കറി വെക്കാവുന്നതാണ്. പിന്നെ പെരളം വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ തൊലി ചെത്തിയെടുക്കുന്നത്. തൊലി ചെത്തിയെടുത്ത വാഴയ്ക്ക് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള വാഴയ്ക്കെല്ലാം ഇതുപോലെ തന്നെ ചെത്തി നമുക്കിനി മഞ്ഞൾ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. അതിന് ശേഷം നമുക്കിനി പാകത്തിന് അരിഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളങ്ങനെ വാഴയ്ക്കെല്ലാം മുഴുവൻ ചെത്തി നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. നല്ലപോലെ ചെറുതാക്കിയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഏറ്റവും ചെറുതാക്കുകയാണ് അത്രയും നല്ലത്. അതുകൊണ്ടാണ് നമ്മളൊരു 6 ആയിട്ട് പൊളന്നിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ വാഴയ്ക്ക് അരിഞ്ഞിടുന്നത് മഞ്ഞൾ വെള്ളത്തിലേക്ക് തന്നെയാണ്. എന്നാൽ മാത്രം അതിൻ്റെ കറ നല്ലപോലെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ വാഴയ്ക്കെല്ലാം അങ്ങനെ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം വെള്ളം മാറ്റി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. നല്ലപോലെ വാഴയ്ക്കെല്ലാം കഴുകി നമ്മൾ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പെരളം വെക്കാനായിട്ടുള്ള അരപ്പാണ്. അതിനായിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ കൂടെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ആവശ്യത്തിന് ചേർക്കാം. നമ്മളിവിടെ ഒരു 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ഒരു 4 ഉള്ളി നമ്മൾ കണ്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ജീരകം, സാധാ ജീരകമാണ് നമുക്ക് വേണ്ടത്. അതൊന്നുള്ള ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ശരിക്കും ഒരുപാട് അരഞ്ഞും പോകണ്ട, എന്നാൽ അത്യാവശ്യം അരഞ്ഞ് കിട്ടുകയും ചെയ്യണം. ആ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി എണ്ണ ചൂടാക്കി എടുക്കണം. അതിനായിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് കടുകും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വാഴയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. വാഴയ്ക്ക ചേർത്ത് കൊടുത്ത് അന്നേരം തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും വെള്ളം ചേർത്ത് കൊടുക്കാതെ ഇത് വേവിച്ചെടുക്കാൻ പാടാണ്. അതുപോലെ തന്നെ അത് ചോട്ടിപ്പിടിച്ച് പോവുകയും ചെയ്യും വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിനി ഇത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ വാഴയ്ക്ക ശരിക്കും ഒന്ന് നല്ലപോലെ തിളച്ച് വെന്ത് വരണം. അതുപോലെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ വാഴയ്ക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് വേവായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം കുറുകിയും വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരപ്പൊക്കെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുത്ത കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിപ്പോകും. വറ്റിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചോട്ടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത്
നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കണം. വാഴയ്ക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുറുകി വരും. ആവശ്യത്തിന് വെള്ളവും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരണം. നമ്മുടെ കറിക്ക് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിയ കാരണം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ കറിയൊക്കെ പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പെരളൻ അങ്ങനെ പാകത്തിനായിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അടുപ്പത്തുനിന്ന് വാങ്ങിയാൽ നമ്മുടെ പെരളൻ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ. ഇനി ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1.5 ടീസ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ കറി റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.